കൊച്ചിയിൽ വീണ്ടും ഗുണ്ട ആക്രമണം. പാലാരിവട്ടം ആലിൻചുവട്ടിലെ ടീ ഷോപ്പിലാണ് ആക്രമണമുണ്ടായത്. മദ്യപിച്ചെത്തിയയാൾ കടയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ചു. വാങ്ങിയ സാധനങ്ങളുടെ വില ചോദിച്ചതിന് പിന്നാലെയായിരുന്നു മർദ്ദനം. അക്രമി മുൻപും പണം തരാതെ മുങ്ങിയിട്ടുണ്ട് എന്നാണ് കടയുടമ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇന്നലെ കടയിൽ ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ കയറി വന്നു. പെട്ടെന്ന് അദ്ദേഹം കുറേ സാധനങ്ങൾ ആവശ്യപ്പെട്ട് നമ്മുടെ ഭായി അത് എടുത്തു കൊടുത്തിട്ട് കാശ് ചോദിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ മദ്യലഹരിയിലോ വേറെന്തോ ലഹരിയിലായിരുന്നു. അതിന് ആക്രമിക്കുകയായിരുന്നു. അവനെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു ഭായിനെ. ഒരാൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഷോപ്പിൽ. പിന്നെ കൗണ്ടർ സാധനങ്ങളെല്ലാം മറിച്ചിടുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ പാലവട്ട സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു FIR ഇടുന്നുണ്ട്. പൈസ തരില്ല. ഇതേ സമാനമായിട്ട് 3 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ വന്നു കാശ് തരാണ്ട് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. അപ്പോൾ ഈ രാത്രി കടകളിൽ മിക്ക സ്ഥലത്തും ഇത് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അറിഞ്ഞത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ഈ വന്നുപോയയാൾ ഇത് സ്ഥിരമാക്കിയ ഒരു കക്ഷിയാണെന്ന് തോന്നുന്നു. ആ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും ഒരു ഉപദ്രവമാണോ ഈ വ്യക്തി? എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം? അത്തരത്തിൽ തന്നെയാണ് സുജിയ. അതായത് പാലാരിവട്ടം അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ രാത്രി മുഴുവൻ നേരം തുറന്നു കിടക്കുന്ന ചില കടകളുണ്ട്. ഈ കടകളിലൊക്കെ തന്നെ എത്തി സാധനങ്ങൾ വാങ്ങുകയും പണം നൽകാതെ പോവുകയുമാണ് പതിവ്. ഇത് ചോദ്യം ചെയ്താൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളും നിരവധി ഉണ്ട് എന്നാണ് ഈ കടയുടമ തന്നെ പറയുന്നത്. എന്തായാലും ഈ സംഭവം നടന്നത് ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ്. ഈ കടയിൽ ബംഗാൾ സ്വദേശിയായ മുസ്താഖ് എന്ന് പറയുന്ന ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ആൾ കടയിൽ വരികയും സിഗരറ്റും മറ്റ് കൂൾ ഡ്രിങ്ക്സും അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. പണം നൽകാതെ പോകാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ജീവനക്കാരൻ അത് തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് അടുക്കളയിൽ കയറി ഈ ജീവനക്കാരനെ മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം പാലാരിവട്ടം പോലീസിൽ ഈ കടയുടമ പരാതി നൽകിയിട്ടുണ്ട്. 3 ദിവസം മുൻപും ഇതേ ആൾ ഈ കടയിൽ വന്നിട്ട് സമാനമായ രീതിയിൽ പണം നൽകാതെ പോയിട്ടുണ്ട് എന്നാണ് കടയുടമ പറഞ്ഞിട്ടുള്ളത്. മറ്റ് കടക്കാരും ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ നിരവധി ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ ഈ പാലാരിവട്ടം അടക്കമുള്ള മേഖലകളിലുണ്ട്. അവരാണ് ഇത്തരത്തിൽ രാത്രിയിൽ ലഹരി അടക്കം ഉപയോഗിച്ചുകൊണ്ട് കടകളിൽ എത്തുകയും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്നാണ് കിട്ടുന്ന വിവരം.